പൗരസ്ത്യ സഭക്കാരുടെയാണ്. ഇന്ന് അത് നഷ്ടപ്പെട്ടു. ഈ തടുക്കിൽ മുട്ടുമുട്ടി കവിഞ്ഞു വീഴുന്ന പ്രാർത്ഥിക്കും. പോകട്ടെ, ഈ വീട്ടിൽ വീണ്ടും രാവിലെ പ്രാർത്ഥിക്കാനിരുന്നു. അടുത്ത പ്രാർത്ഥന എന്താണ്? രാവിലെയാണ്. എന്ന് മിക്കവാറും രാവിലെ പാടും. നമ്മൾ ഇത് പാടുന്നുണ്ട്. അത് രാവിലെ അടുത്തതാണ് തലപ്പാടിയില്ല. ഞാൻ എപ്പോ പോകാനും ഞാൻ പറന്ന് വേഗം ഈശ്വരനോട് ചെയ്തു. രാവിലെ പാടാണ്. അതിൽ നിന്നാണ് എന്നെ പരിപാലിച്ചത്. അപ്പൊ മരിച്ചവരെ കൊന്നും ദൈവത്തിന്റെ കൃപയില്ല. ഞാൻ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. സഭയുടെ പരിശുദ്ധന്മാരും വൈദികരും ജനങ്ങളും കൂടിയിരിക്കുന്ന ഒരു സദസ്സിലാണ് ഞാൻ എന്നെ തന്നെ താഴ്ത്തിക്കൊണ്ട് പറയുവാനായി ശ്രമിക്കുന്നത്. നമുക്ക് ഏറ്റവും വലിയ നഷ്ടം വന്നിരിക്കുന്നത് നമ്മുടെ ആരാധനകൾ വേണ്ടതുപോലെ നേരത്തെ സ്തുതി ചൊവ്വാക്കപ്പെട്ട വിശ്വാസം, ഈ പിതാക്കന്മാർക്ക് ആചരിക്കുന്ന വിശ്വാസം നിലനിർത്തുവാനെന്ന് നമുക്ക് സമയമില്ല എന്നുള്ളതാണ്. ഈ സമയത്ത് എന്തെങ്കിലും പരാജയം ഉണ്ടെങ്കിൽ പരാജയത്തിന് കാരണമാണ്. അവിടെ പോകരുത്, ഇവിടെ പോകരുതെന്ന് നമ്മൾ പറയും. എന്താണ് ഈ സമയത്ത് പാരമ്പര്യമെന്ന് പഠിപ്പിക്കുവാനും അതിൽ പ്രകാരം നടത്തുവാനുള്ള ആ ഒരു വലിയ പ്രതിജ്ഞ ഈ കവറിൽ നിന്ന് എടുക്കുവാൻ നമുക്ക് സാധിക്കുമോ? അദ്ദേഹം സത്യയെ പറക്കുമെന്ന് പറയാൻ മാത്രമല്ല, എപ്പോഴും അദ്ദേഹം ദൈവസന്നിധിയിലേക്ക് പോകുവാൻ സദാ ജാഗരൂകനായിരുന്നു. തട്ടിപ്പിന്റെ അംശം പോലും ആ ജീവിതത്തിലില്ലായിരുന്നു. തട്ടിപ്പിന്റെ അംശം പോലും ആ ജീവിതത്തിലില്ലായിരുന്നു. സുതാര്യമായ ഒരു ജീവിതം, പൂർണ്ണമായി ദൈവത്തിൽ സമർപ്പിച്ചിട്ടുള്ള ഒരു ജീവിതം. അത്തരത്തിലുള്ള ഒരു ജീവിതമുള്ള വ്യക്തികൾക്ക് ഈ രീതിയിൽ അനേകരെ സ്വാധീനിക്കുവാനായിട്ട്, അനേകരെ ദൈവത്തിലേക്ക് നയിക്കുവാനായിട്ട് കഴിയുന്നു എന്ന് ഓർക്കണം. ഉപസംഹാരമായിട്ട് പറയുവാനുള്ളത് ഇത് മാത്രമാണ്. ഈ 3 ഗുണങ്ങൾ ഉള്ള വ്യക്തി, ഒന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ സമൂലം തകർന്ന് വീഴുന്ന വ്യക്തി. അറിയാമല്ലോ, അങ്ങനെ വീഴുമ്പോഴാണ് നാം ഉയർത്ത് എഴുന്നേൽക്കുന്നത്. ദുഃഖവെള്ളിയാഴ്ചയിൽ ഇതിനായുള്ള ആത്മത്തിന് ശക്തി ഉണ്ടായിരുന്ന, ഇതിനായുള്ള ആത്മത്തിന് രക്ഷയുണ്ടായിരുന്ന സ്ത്രീവായി നാം കൊണ്ടിടുന്നത് പറഞ്ഞുകൊണ്ട് ആ സ്ത്രീവായുടെ മുന്നിൽ നാം വീഴുന്നുവെങ്കിൽ പെന്തിക്കോസ്തിൽ നാം ചേർക്കുകയാണ്. ഇപ്പോൾ ദൈവത്തിന്റെ ശക്തിയാൽ നിങ്ങൾ എഴുന്നേൽക്കുകയും ഈ വീഴുന്നവന് മാത്രമേ സ്ത്രീവായുടെ മുന്നിൽ പൂർണ്ണം സമർപ്പിക്കുന്നവനുമാണ് ഉദ്ധാരണത്തിന്റെ അനുഭവം ഉണ്ടാകുന്നത്. പിതാവിന്റെ ഒന്നാമത്തെ നാം കണ്ടത് പൂർണ്ണമായിട്ട് കവിഞ്ഞ് വീണ് ദൈവസന്നിധിയിൽ കവിഞ്ഞ് വീണ്. ഇന്ന് നമുക്ക് എല്ലാം ജീവിച്ചിരിക്കുന്ന ഒരുപക്ഷെ ധൈര്യത്തോടുകൂടി ഞങ്ങളുടെ ശിഷ്യന്മാർക്ക് പരിശുദ്ധ ജീവിതം വിശേഷിപ്പിക്കാവുന്ന ഒരു ജീവിതമാണ് ജീവിച്ചിരിക്കുന്ന നമ്മുടെ പിതാവ് ധീരനായിരിക്കുന്ന മനസ്സുണ്ട്. അദ്ദേഹം ഞങ്ങളെ സെമിനാരിയിൽ പഠിക്കുന്ന ആദ്യ ദിവസങ്ങളിൽ തന്നെ വിളിച്ചുകൊണ്ട് പറഞ്ഞതായ ഒരു മന്ത്രമുണ്ട്. മക്കളെ, ഒരിക്കൽ പോലും നിങ്ങൾ പരാതി പറയുന്നവരായിരിക്കരുത്. വൈദികനായ ഒരിക്കൽ പോലും നിങ്ങൾ വേവലാതിപ്പെടരുത്. നിങ്ങളുടെ ശമ്പളത്തെക്കുറിച്ച് സംസാരിക്കരുത്. മറ്റുള്ളവരിൽ നിന്ന് കിട്ടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കരുത്. കാരണം ദൈവം നിങ്ങളെ കരുതിക്കൊള്ളും. ദൈവം നിങ്ങളെ കരുതിക്കൊള്ളും. ഒരു സ്വന്തം അനുഭവം പറയുന്നത് നിങ്ങൾ ശ്രമിക്കുക. എന്താ വലിയ അങ്ങനെയുള്ള അനുഭവമൊന്നുമല്ല. പലപ്പോഴും പലരും പറയും, അച്ഛാ ഇങ്ങനെ കിട്ടുന്നതൊക്കെ നശിച്ചു കളയരുത്. തീർച്ചയായിട്ടും നിങ്ങൾക്കറിയാമല്ലോ, ദൈവത്തിൽ അച്ഛന്മാർക്ക് എന്തെങ്കിലും കിട്ടുന്നത് ദൈവത്തിൽ നിന്ന് കിട്ടുന്നത് ദൈവജനം തരുന്നതാണ്. അത് നശിപ്പിച്ച് കളയാമെന്ന് പറഞ്ഞാൽ വലിയ പാപമാണ്. പക്ഷെ ഈ പറയുന്ന ആളുകൾ ഉദ്ദേശിക്കുന്നത് അതല്ല. കുറച്ച് പൈസ വല്ലതും സമ്പാദിക്കണം, ഒരു ചെറിയ സ്ഥലം വല്ലതും മേടിച്ചിടണം, സഭയൊന്നും കാണില്ല. സത്യത്തിൽ ഇത് പത്രോസ് യേശുവിനോട് പറഞ്ഞ വാക്കുകളാണ്. നീ മരിക്കണ്ട എന്ന് പറഞ്ഞ വാക്കുകൾ സമമാണ്. അങ്ങനെയുള്ളവരോട് സ്നേഹം കൊണ്ടാണ്
ദൈവത്തോട് സ്നേഹം കൊണ്ടാണ് പറഞ്ഞത്. പക്ഷെ അങ്ങനെയുള്ളവരോട് സാത്താനെ എൻ്റെ പുറകിൽ പോകാ എന്ന് പറയുവാനുള്ള മനക്കട്ടി ഈ പിതാവിനെ ഉണ്ടായിരുന്നു. ദൈവം തനിക്കായിട്ട് ഒന്നും സമ്പാദിച്ചില്ല. ഒന്നുമില്ലാത്തപ്പോഴും ഉള്ള അവസാന മണി അരി വരെ ഒരു സംഭവത്തിൽ പറയുന്നത്, ഒരാൾ ഭിക്ഷ ചോദിച്ച് നിൽക്കുന്ന സമയത്ത് കൊടുക്കുവാനായിട്ട് ഇല്ല. ആ സമയത്താണ് ഈ കുഞ്ഞിന്റെ മറുഭാഗത്ത് നിന്ന് ഒരു കുട്ടയിൽ എല്ലാ സാധനങ്ങളുമായിട്ട്, പ്രത്യേകിച്ച് തിരുവേദിക്ക് നിർബന്ധമുണ്ടായിരുന്നു വരുന്നവർക്ക് എന്തെങ്കിലും മധുരം കൊടുക്കണം. ഇന്ന് നമുക്കറിയാമല്ലോ, നമുക്ക് പോലെയുള്ള അതിലും പഴവും ചേർത്തിട്ടുള്ള നല്ല ഒരു വസ്തു കൂടെ വരുമ്പോൾ കിട്ടും. അത് ഈ പാപായത്തിൽ കയറുമ്പോൾ തന്നെ നാട്ടിൽ അതിനുവേണ്ടി വെള്ളം പോകും. പാരമ്പര്യം ഇന്നും തുടരുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും കൊടുക്കണം. ആ നേരത്തെ ഒന്നുമില്ലാതെ നിൽക്കുന്ന സമയത്തും ദൈവം കരുതുമെന്ന് വിശ്വസിക്കുമ്പോൾ ഈ കുഞ്ഞിന്റെ മറുചരിവിൽ നിന്ന് സാധനങ്ങൾ, വസ്തുക്കൾ വരികയാണ്. മൂന്നാമത് നാം കണ്ടത് മരണത്തിന് വേണ്ടി പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു പിതാവ്, കാലസമ്പൂർണതയിൽ ദൈവകരങ്ങളിൽ പ്രാണനെ സമർപ്പിച്ചു കൊടുക്കുന്ന ഒരു പിതാവ്. ഈ വിവിധ ഗുണങ്ങൾ ഈ വലിയ പിതാക്കന്മാരിൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. കുര്യാക്കോസ് മോർ ഗ്രിഗോറിയോസ്. കുര്യാക്കോസ് എന്ന പദത്തിന്റെ അർത്ഥം കുറിയേ എന്ന പദത്തിൽ നിന്നാണ് വരുന്നത്. കർത്താവിൽ നിന്ന് ഉള്ളവൻ, കർത്താവിനോട് ചേർന്ന് ഇരിക്കുന്നവൻ, കർത്താവിനെ അറിയുന്നവൻ എന്നൊക്കെ മലയാളത്തിൽ ആ വാക്കിനെ വേണമെങ്കിൽ നമുക്ക് വ്യാഖ്യാനിക്കാം. കർത്താവിൽ നിന്ന് ഉള്ളവൻ, കർത്താവിനോട് ചേർന്ന് ഇരിക്കുന്നവൻ. ഗ്രിഗോറിയോസ് എന്ന പദത്തിന്റെ അർത്ഥം നമുക്ക് വളരെ വ്യക്തമാണ്. വളരെ ജാഗ്രതയോടുകൂടിയിരിക്കുന്ന വ്യക്തിയാണ് ഈ പിതാവ്. ദൈവത്തോട്, ക്രിസ്തുവിനോട് അടുത്ത് ഇരുന്നു. അത് ഒരിക്കലും അദ്ദേഹം അവകാശപ്പെട്ടില്ല. മെത്രാനാണെന്ന് പറഞ്ഞപ്പോൾ പലതവണ അദ്ദേഹം ഓടി ഓടിച്ചു. ഇന്നിപ്പോ എല്ലാവരെയും കുറിച്ച് പറയുന്നുണ്ട്. പക്ഷെ അവരെ ചുമ്മാ പറയുന്നതല്ല. ഇദ്ദേഹത്തിന്റെ കാര്യത്തിൽ അത് പരമയാഥാർത്ഥ്യമാണ്. അവസാനം പിതാക്കന്മാരുടെ നിർബന്ധത്തിന് വഴങ്ങി പഴയ സദനാലയിൽ 2-3 ദിവസം പ്രാർത്ഥിച്ചിരുന്നതിന് ശേഷം തിരുമനസ്സുകൊണ്ട്, വലിയബാബ തിരുമനസ്സുകൊണ്ട് അല്പം കയറുന്ന ഒരു അവസരം വന്നപ്പോഴാണ്, എന്നാൽ അവിടുത്തെ ഹിതത്തിനെ ദൈവികമെങ്കിൽ ഞാൻ സമർപ്പിക്കുന്നുവെന്ന് ആ പിതാവിനോട് എന്നെ സമർപ്പിച്ചതിന് ശേഷം